പുൽപ്പള്ളിയിലെ ജനകീയ പ്രതിഷേധത്തിൽ ഇപ്പോൾ MLA ഉൾപ്പെടെയുള്ളവർ സംസാരിക്കുകയാണ്. ഇവരെടുത്ത തീരുമാനങ്ങൾ എന്താണെന്ന് മുഴുവൻ കേട്ടതിന് ശേഷം കേൾക്കണേ ഇത്രയും തീരുമാനങ്ങളാണ് എടുത്തിട്ടുള്ളത്. പോളിന്റെ ബോഡി കൃത്യമായി അടക്കുന്നതിന് വേണ്ടി കുടുംബക്കാരെ വിട്ടുകൊടുക്കുന്നതിന് വേണ്ടിയുള്ള ടി സിദ്ദിഖ്, IC ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള MLA-മാർ ആളുകളെ ശാന്തരാക്കാൻ ശ്രമിക്കുന്നുണ്ട്. 50 ലക്ഷം രൂപ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുമെന്ന് പ്രഖ്യാപിച്ചു എന്നതാണ് മനസ്സിലാകുന്നത്. ഭാര്യയ്ക്ക് സ്ഥിരം ജോലി നൽകാനും തീരുമാനിച്ചുവെന്ന് മനസ്സിലാക്കുന്നു. അക്കാര്യത്തിൽ കൂടുതൽ സ്ഥിരീകരണം വേണം. 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം, ഭാര്യയ്ക്ക് സ്ഥിരം ജോലി, ഇന്നലെ ആന ചവിട്ടിക്കൊന്ന വനംവകുപ്പിലെ താൽക്കാലിക വാച്ചറായിരുന്ന പോളിന്റെ ഭാര്യയ്ക്ക് സ്ഥിരം ജോലി തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് അവിടെ ഉയർന്നു വന്നതെന്നാണ് മനസ്സിലാകുന്നത്. ആൾക്കൂട്ടം ശാന്തരാകുന്നില്ല. ഒന്നുകിൽ ഇത് കേൾക്കണം, അല്ല എങ്കിൽ ബഹളം തുടർന്നാൽ തീരുമാനം പറയട്ടെ. പ്രശ്നപരിഹാരത്തിന് വേണ്ടിയുള്ള ശ്രമമാണ്. രാഹുൽ KV വരുന്നു. രാഹുൽ, MLA സംസാരിക്കുന്നത് കേൾക്കാൻ കഴിഞ്ഞില്ല. തീരുമാനമായോ? എന്താണ് സർക്കാർ തലത്തിൽ ഉദ്ദേശിക്കുന്നത് എന്ന്? വലിയ ബഹളമാണ്. രാഹുലിന് കേൾക്കാൻ കഴിയുന്നില്ല എന്നതാണ് തോന്നുന്നത്. വലിയ രോഷമാണ് ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് രാവിലെ മുതൽ പുൽപ്പള്ളിയിൽ നമ്മൾ കാണുന്നത്. അദ്ദേഹവുമായുള്ള പ്രതിഷേധം തുടരുകയാണ്. ജനക്കൂട്ടത്തെ ശാന്തരാക്കാൻ കർഷകരെ, സാധാരണക്കാരായ ആളുകളാണ് പ്രതിഷേധിക്കുന്നത്, അവരെ ശാന്തരാക്കാനുള്ള ശ്രമം ജനപ്രതികൾ ഉൾപ്പെടെയുള്ളവരുടെ ഭാഗത്ത് നടക്കുന്നുണ്ട്. പക്ഷേ അവർ ശാന്തരാകുന്നില്ല. സമരം അവസാനിപ്പിക്കുന്നതിനുള്ള ശ്രമം തുടരുകയാണ്. അവിടുന്ന് തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. MLA-മാർ ഉൾപ്പെടെയുള്ളവരുമായി ആൾക്കൂട്ടം തർക്കിക്കുകയാണ്. സമരം എത്രയും വേഗം അവസാനിപ്പിക്കാനുള്ള ശ്രമമാണ് അവിടെ നടക്കുന്നത്. പക്ഷേ വഴങ്ങുന്നില്ല ഭൂരിപക്ഷം ആളുകളും. ഞങ്ങളുടെ ആളുകൾ മരിക്കുമ്പോൾ മാത്രമേ ഇവിടുത്തെ അവസ്ഥ കാണുന്നില്ലേ? എന്റെ ഇടയിലാണ് വൈകുന്നേരം പണിയെടുത്ത് വീട്ടിൽ പോകുന്ന ആൾക്കാർ അവസ്ഥ എന്തെങ്കിലും കാണുന്നുണ്ടോ? രാഹുൽ KV ചേരുന്നു. രാഹുൽ, വിവരങ്ങൾ എന്താണ് സംഭവിക്കുന്നത്? ഒന്ന് പൊക്കോട്ടെ. രാഹുലും ആൾക്കൂട്ടത്തിനിടയിൽ പെട്ടുവെന്നാണ് മനസ്സിലാവുന്നത്. വലിയ പ്രതിഷേധമാണ് അവിടെ. പോളിന്റെ മൃതദേഹം വൈകിട്ട് സംസ്കരിക്കും. ജനങ്ങൾക്കൊന്നും മനസ്സിലായില്ല. പ്രതിഷേധം വീണ്ടും അവിടെ ശക്തിപ്പെടുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. MLA-മാർ ഉൾപ്പെടെയുള്ളവർ ജനക്കൂട്ടത്തെ അന്വയിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഏറെ നേരമായ പ്രതിഷേധം രൂക്ഷമായി തുടരുകയാണ്. ജനങ്ങളുടെ ഭാഗത്തുനിന്ന് രൂക്ഷമായ പ്രതികരണങ്ങളാണ് വനംവകുപ്പിന് എതിരെ ഉൾപ്പെടെ ഉയരുന്നത്. മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോകേണ്ടത് അനിവാര്യമാണ്, സഹകരിക്കണമെന്നാണ് നേരത്തെ MLA ഉൾപ്പെടെ അഭ്യർത്ഥിച്ചത്. പക്ഷേ വൈദികർ ഉൾപ്പെടെ അഭ്യർത്ഥിക്കുന്നു. പക്ഷേ വലിയ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. രാഹുൽ ആൾക്കൂട്ടത്തിലുണ്ട്. രാഹുലിനെ കേൾക്കാമെങ്കിൽ രാഹുൽ പറയൂ. പ്രതിഷേധത്തിന്റെ ഇടയിൽ അതൊന്ന് ഉണ്ടായത്
ഹലോ രാഹുൽ പറയൂ, കേൾക്കാം. എന്താണ് അവിടെ സംഭവിക്കുന്നത്? ആൾക്കൂട്ടം വഴങ്ങുന്നുണ്ടോ? ഈ അനുനയ നീക്കങ്ങളോട് സഹകരിക്കുന്നുണ്ടോ? രതീഷ്, അതായത് ഈ പ്രതിഷേധം അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായി ജനപ്രതിനിധികളുടെ ഒരു ചർച്ച അല്പസമയം മുമ്പ് ചേർന്നു, തീരുമാനങ്ങൾ കൈക്കൊണ്ടു. ആ തീരുമാനങ്ങൾ ഇവിടെ IC ബാലകൃഷ്ണൻ MLA-യും T സിദ്ദിഖ് MLA-യും ചേർന്ന് അവതരിപ്പിക്കുകയും ചെയ്തു. അത് അംഗീകരിക്കില്ല എന്നൊരു നിലപാട് കർഷകരോട് വലിയ രീതിയിലുള്ള പ്രതിഷേധം അറിയിച്ചു. അതായത് ഈ പറയുന്ന കാര്യങ്ങളിൽ പലതും തീരുമാനമാണെന്ന് പറഞ്ഞ് പലതവണ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷെ അതൊക്കെ വാഗ്ദാനമായി മാത്രം അവസാനിക്കുകയാണ് ചെയ്യാറ് എന്നാണ് നാട്ടുകാർ ഇപ്പോഴും പറയുന്നത്. പ്രധാനപ്പെട്ട തീരുമാനങ്ങളായി അവതരിപ്പിച്ചിട്ടുള്ളത് പോളിന്റെ കുടുംബത്തിന് 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകും എന്നുള്ളതാണ്. ഇതിൽ 11 ലക്ഷം രൂപ അടിയന്തര ധനസഹായമായി ഉടൻ തന്നെ നൽകും. ഇപ്പം പോളിന്റെ ഭാര്യയ്ക്ക് സ്ഥിരം ജോലി, താൽക്കാലിക ജോലി എന്നൊരാവശ്യം, അല്ലെങ്കിൽ താൽക്കാലിക ജോലിയാണ് ഇതിനു മുൻപൊക്കെ നൽകിയിരുന്നുവെങ്കിൽ പോളിന്റെ ഭാര്യയ്ക്ക് സ്ഥിരം ജോലി നൽകാം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഈ 50 ലക്ഷം രൂപയിൽ 11 ലക്ഷം രൂപ അടിയന്തര ധനസഹായമായി നൽകും. ബാക്കിയുള്ള തുക അനുവദിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സർക്കാരിനോട് ശുപാർശ ചെയ്യുമെന്നാണ് ജില്ലാ ഭരണകൂടം മീറ്റിംഗിൽ അറിയിച്ചത്. ഒപ്പം തന്നെ പോളിന്റെ മകൾ 10ാം ക്ലാസ്സുകാരിയാണ്. തുടർന്നങ്ങോട്ടുള്ള +1, +2 പഠന ചിലവ് സർക്കാർ വഹിക്കാം എന്നുകൂടെ ഈ ചർച്ചയിൽ തീരുമാനമായിട്ടുണ്ട്. അത് ജനപ്രതിനിധികൾ അവതരിപ്പിക്കുകയും ചെയ്തു. പക്ഷേ അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് കർഷകർ ഈ തടിച്ചുകൂടിയിട്ടുള്ള വൻ ജനാവലി പറയുന്നത്. ഒപ്പം തന്നെ ഒരു അഭ്യർത്ഥന കൂടി ജനപ്രതിനിധികൾ മുന്നോട്ട് വെച്ചു. പോള് ഇന്നലെ രാവിലെയാണ് കാട്ടാനയുടെ ആക്രമണത്തിന് ഇരയാകുന്നത്. ഇന്നലെ വൈകിട്ട് 3:25 കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് മരിച്ചതാണ്. ഇന്നലെ രാത്രി പോസ്റ്റ്മോർട്ടം നടത്തി 10 മണിയോടുകൂടി പുൽപ്പള്ളിയിൽ എത്തിച്ചതാണ്. മൃതദേഹം വളരെ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. ജീർണിച്ച അവസ്ഥയിലേക്ക് കൂടുതലായി വരുന്നു. ഇപ്പോൾ മൃതദേഹം കൊണ്ടുപോകുന്നതിന് അനുവദിക്കണം, സഹകരിക്കണം എന്നൊരു അഭ്യർത്ഥന കൂടി ജനപ്രതിനിധികൾ മുന്നോട്ട് വെച്ചു. പക്ഷേ ഈ പറഞ്ഞ പോലെ യോഗത്തിൽ തീരുമാനമായി എന്ന് വെറുതെ വാക്കാൽ പറഞ്ഞാൽ പോരാ. മുൻപുണ്ടായ പ്രഖ്യാപനങ്ങൾ പാഴ്വാക്കായ ഉദാഹരണങ്ങൾ ഒരുപാടുണ്ട്. ആ ഒരു ഗണത്തിലേക്ക് ഇത് ഉൾക്കൊള്ളിക്കാൻ കഴിയില്ല. അതിനാൽ ഉറപ്പ്, അത്രയും 100% ഉറപ്പ് തന്നെ കിട്ടണം എന്നൊരാവശ്യമാണ് ഇപ്പോൾ ഉന്നയിക്കുന്നത്. ജനപ്രതിനിധികൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നതിനപ്പുറം, പോലീസിനെ നിയന്ത്രിക്കാൻ കഴിയുന്നതിനപ്പുറം ജനവികാരം പുൽപ്പള്ളിയിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കാം, ഈ കുടുംബവുമായി ബന്ധപ്പെട്ട് ചർച്ചയിൽ ജനപ്രതിനിധികളൊക്കെ പങ്കെടുത്ത ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ 50 ലക്ഷം രൂപയുടെ നഷ്ടപരിഹാരം, പോളിന്റെ ഭാര്യയ്ക്ക് സ്ഥിരം ജോലി, 10ാം ക്ലാസ്സുകാരിയായ പോളിന്റെ മകളുടെ +1, +2 പഠനത്തിലൊരു സർക്കാർ വഹിക്കാം എന്നുള്ളതാണ്. വലിയ പ്രതിഷേധം അത് തുടരുകയാണ്. രാഹുൽ KV ആണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അനുനയ ശ്രമങ്ങൾ ഭരിച്ചില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. 50 ലക്ഷം രൂപ നഷ്ടപരിഹാരമായി പോളിന്റെ കുടുംബത്തിന് നൽകും. ഒപ്പം ഒരാൾക്ക്, ഭാര്യയ്ക്ക് സർക്കാർ ജോലി, അതും സ്ഥിരം ജോലി നൽകാം എന്ന ഉറപ്പുകൾ നൽകിയെങ്കിലും അത് ജനങ്ങൾ ആ നിലയിൽ സ്വീകരിച്ചില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. വലിയ പ്രതിഷേധം ഇപ്പോഴും അവിടെ തുടരുന്നു. ഒത്തുതീർപ്പിന് ഇതുവരെയും ആൾക്കൂട്ടം വഴങ്ങിയിട്ടേയില്ല. കസേര എടുത്തെറിയുന്നു. വീണ്ടും കൂടുതൽ രൂക്ഷമായ പ്രതികരണങ്ങൾ ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു.